നിയമസഭയെ സാക്ഷി നിർത്തി പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വി.ടി. ബൽറാം നടത്തിയ മാസ് പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് പൂർത്തിയാക്കാത്ത വാഗ്ദാനങ്ങളും ജനങ്ങളെ കബളിപ്പിച്ച രീതികളും സഭയിൽ അദ്ദേഹം തുറന്നുകാട്ടി. മുൻ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഡിഗ്രി സൗജന്യത്തെക്കുറിച്ച് ഇപ്പോൾ സമരം നടത്തുന്ന വിദ്യാർത്ഥി സംഘടനയെ സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് വി.ടി. ബൽറാം പരിഹസിച്ചത്. SFI എന്ന സംഘടന ഇല്ലാത്തത് കുറേ കാലമായി എന്നുള്ള വളരെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് വി.ടി. ബൽറാം സഭയെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതും. കഴിഞ്ഞ 10 വർഷമായി ഇവർ എവിടെയായിരുന്നു എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ക്ഷേമനിധി കുടിശ്ശികകളും CMDRF സഹായങ്ങളും മാസങ്ങളായി വൈകുന്നതിലൂടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ കൃത്യമായി സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വി.ടി. ബൽറാമിന് കഴിഞ്ഞു. മാത്രമല്ല, കേന്ദ്ര പദ്ധതികളുടെ ലോഗോ പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാർ നേരിട്ട് നൽകിയ ഉത്തരവുകളുടെ തീയതിയും വിവരങ്ങളും വളരെ കൃത്യമായി സഭയിൽ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പിനെ ബൽറാം പൂർണ്ണമായും പൊളിച്ചടുക്കിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനകീയമായ ഭരണശൈലിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ ഭരണകൂടം ജനങ്ങളോട് പുലർത്തേണ്ടുന്ന മാനുഷിക പരിഗണനകളെക്കുറിച്ചും ബൽറാം വാചാലനായി. വികസന മുരടിപ്പും അഴിമതിയും അക്കമിട്ട് നിരത്തി കൃത്യമായ തെളിവുകളോടെ ബൽറാം നടത്തിയ ഈ പ്രസംഗം പ്രതിപക്ഷ നിരയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നത് തന്നെയായിരുന്നു. നമുക്കത് കണ്ടു നോക്കാം. വലിയ പ്രതീക്ഷകളോടുകൂടി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. എന്നാൽ ആ പ്രതീക്ഷകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിഭവപരമായിട്ടുള്ള പിന്തുണ നമ്മുടെ ട്രഷറിക്ക് നൽകാൻ സാധിക്കുന്നില്ല. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സന്നദ്ധതയും ഒരു നിശ്ചയദാർഢ്യവും ഈ ഗവൺമെന്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അവതരിപ്പിച്ച ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. സർ, ഇന്ന് രാവിലെ ഇവിടെ ഒരു അടിയന്തര പ്രമേയം അല്ലെങ്കിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രമേയം ഉപക്ഷേപം നമ്മൾ കേട്ടു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. 120 മാസം അധികാരത്തിലിരുന്ന ആളുകൾ അതിൽ 118 മാസവും നൽകാത്ത ഒരു ആനുകൂല്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നാലെ വെച്ച് ജനങ്ങൾക്ക് നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുമ്പോൾ അത് എത്ര ഹീനമായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു തന്ത്രമാണ് എന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. സർ, അതാണ് ഈ ജനവിധിയിൽ കലാശിച്ചത്. ഇതേ തന്ത്രമാണ് നിതീഷ് കുമാർ ബീഹാറിൽ പരീക്ഷിച്ചത്. പക്ഷെ ബീഹാറിലെ ജനങ്ങളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ അതിന്റെ പൊള്ളത്തരത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞു, അത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് വീണ്ടും അതേപോലത്തെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളും അവകാശവാദങ്ങളും സമരങ്ങളായിട്ട് പോലും ഇവർ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നിനക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ള ആ സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സർ, ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന 10 വർഷമായി സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയി നിന്ന ആളുകൾ ഇപ്പൊ ഭരണം മാറിയപ്പോ വന്ന് പറയുകയാണ് പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഡിഗ്രി സൗജന്യം നടപ്പാക്കണമെന്ന്. എന്തിനാണ് സാർ ഈ അവസാന ബജറ്റ് വരെ എല്ലാം കാത്തുവെച്ചത് കഴിഞ്ഞ 10 വർഷം? സർ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു കരാറിന്റെ സ്വഭാവമുള്ള കാര്യമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നാൽ തിരിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്കായി ഇന്ന കാര്യങ്ങൾ ചെയ്യാം, നാടിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഡീംഡ് കോൺട്രാക്റ്റ് ആണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. അങ്ങനെ അധികാരത്തിൽ വന്ന ആളുകൾ അത് നടപ്പാക്കാനുള്ള അവസരം മുഴുവൻ കളഞ്ഞു കുളിച്ച് ആ കാലഘട്ടത്തിൽ മുഴുവൻ ജനവഞ്ചന നടത്തി അവസാനം വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ അത് തിരിച്ചറിയപ്പെടും എന്ന് ഇതാ കേരളം അസന്നിഗ്ധമായി വിധി എഴുതിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 102 ആളുകൾ ഇപ്പുറത്തിരിക്കുന്നത്. സർ, ഇന്ന് അപ്പുറത്തൊരു അംഗം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് വീണ്ടും പറയുകയാണ്. എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്തല്ലേ സർ. ഇതേപോലെ 2004 അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എന്നാൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുന്നണി രൂപത്തിലായിരുന്നില്ല, UPA രൂപത്തിലായിരുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്കാണ് അന്ന് ദേശീയ തലത്തിൽ, കേരളത്തിൽ UDF ഉണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഒറ്റയ്ക്കാണ് അന്ന് 2004 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
ആ തെരഞ്ഞെടുപ്പിന് മുൻപാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിരുന്നു, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 100 ദിവസം സൗജന്യമായി തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു നിയമനിർമ്മാണം ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം കോൺഗ്രസിനത് പറയാം. കോൺഗ്രസിന്റെ സംസ്ഥാന ഗവൺമെന്റുകൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ അതിന്റെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കി പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള പാർട്ടിയാണ്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, അന്ന് UPA ഇല്ല, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് UPA ഉണ്ടായത്. UPA ഉണ്ടായിട്ട് പോലും ഭരണത്തിലെത്താൻ കുറച്ച് MP-മാരുടെ കുറവ് വന്നപ്പോഴാണ് ഇടതുപക്ഷം അന്ന് പുറത്തുനിന്ന് പിന്തുണച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശാലമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന നിലയിൽ കോമൺ മിനിമം പ്രോഗ്രാമിലും അത് ഇടം പിടിച്ചു. കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത് നടപ്പാക്കി. ആദ്യം 200 ജില്ലകളിൽ നടപ്പാക്കി. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചു. ഇത്രയും കൃത്യമായി തെളിവ് സഹിതം അനുഭവ സാക്ഷ്യങ്ങൾ സഹിതം ഉള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ക്യാപ്സ്യൂൾ അടിച്ച് നടക്കുകയാണ്. സർ, ഈ ഒരു ഗതികേട് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാവരുത്. സത്യസന്ധമായി നിങ്ങൾ ജനങ്ങളോട് കാര്യം പറയണം. നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കൂ. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ ഞങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് പാരസൈറ്റുകളെ തൂത്ത് വൃത്തിയാക്കാനുള്ള പ്രവൃത്തി നിങ്ങൾ അടിയന്തരമായി ഏറ്റെടുക്കണമെന്നുള്ളതാണ്. സർ, വലിയൊരു പാരസൈറ്റിക് കൾച്ചർ ഇവിടെ ഉണ്ടായി വന്നിരിക്കുകയാണ്. ഒരു കമ്മി ഇക്കോസിസ്റ്റം ഇവിടെ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായി വന്നിരിക്കുകയാണ്. അത് അക്കാദമികളിലുണ്ട്, വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളിലുണ്ട്. സർ, PSCയെ കുറിച്ച് പോലും ഇപ്പൊ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. പരീക്ഷ അട്ടിമറി PSC നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോ എങ്ങനെയാണ് സർ ഒരു സർക്കാരിന്റെ ലെജിറ്റിമസിയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക? എല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ BJP സർക്കാർ എങ്ങനെയാണോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്യാപ്ചർ ചെയ്തത്, അതേ നിലയിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ടായ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപ്ചർ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കണം. കൃത്യമായിട്ടുള്ള ക്ലെൻസിംഗ് ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധിക്കണം. സർ, 10 വർഷമായി പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ആയിരുന്ന ഓരോ മാസം 1-1.5 ലക്ഷം ശമ്പളം വാങ്ങിയ ആളുകൾ 120 മാസം അവർക്ക് കിട്ടിയ ശമ്പളം എടുത്തു നോക്കിയാൽ 1 കോടിക്ക് മുകളിൽ വരും ഒരുപക്ഷെ. എന്നിട്ട് പോലും സർക്കാരിന്റെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രതികളെ കൂട്ട് നിന്നുകൊണ്ട് പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി അവർ വാദിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സർ, ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ അടിയന്തരമായി അവിടെ നിന്ന് തൂത്തെറിയാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് സർ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സർ, ക്ഷേമനിധികളുടെ കുടിശ്ശിക നേരത്തെ ബഹുമാനപ്പെട്ട കുഞ്ഞിഷ്ണേട്ട് അടക്കമുള്ള മെമ്പർമാരോട് സൂചിപ്പിച്ചു. അടിയന്തരമായി പരിഹാരം കാണേണ്ട ഒരു കാര്യമാണ് സർ. 18-20 മാസമായി ക്ഷേമനിധികൾ അംശാദായം അടയ്ക്കുന്ന ആളുകൾക്ക് പോലും അതിന്റെ ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. സർ, അതോടൊപ്പം CMDRF-ൽ നിന്ന് പൈസ പാസ്സായി എന്നുള്ള അറിയിപ്പ് വന്നിട്ടും 8-10 മാസമായി ആ പൈസ കിട്ടാത്ത അനുഭവമുണ്ട്. ഞങ്ങൾ പുതിയ ജനപ്രതിനിധികൾ എന്ന നിലയിൽ പലരെയും കാണുമ്പോൾ അവർ നമുക്ക് പുതിയ അപേക്ഷ തരികയാണ്. ഇതാ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് നൽകിയതാണ്, CMDRF നിന്ന് പൈസ പാസ്സായി എന്നുള്ള കത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ, കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല സർ. ആ പെൻഡിങ് കുടിശ്ശിക ഉണ്ടോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടൊന്ന് ശ്രദ്ധിച്ച് അത് ക്ലിയർ ചെയ്യണം എന്നുള്ള പ്രത്യേകമായിട്ടുള്ള അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് സർ. അതോടൊപ്പം അങ്ങോട്ട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഈ CMDRF-ൽ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ കൊണ്ടുവരുന്ന അഭ്യർത്ഥനകൾ ഏറ്റവും പാവപ്പെട്ട ആളുകളുടേതാണ്. ഞങ്ങൾക്ക് നേരിട്ട് കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തീർത്തും മെക്കാനിക്കൽ ആയിട്ടുള്ള സമീപനമല്ലാതെ, ഫയലിന്റെ രൂപത്തിലുള്ള ഒരു പരിഗണന അല്ലാതെ മാനുഷികമായിട്ടുള്ള നേരിട്ട് ഹ്യൂമൻ ടച്ചോടുകൂടി അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പഴയകാലത്ത് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ ചെയ്തതുപോലെ ഒരു മാനുഷിക സ്പർശത്തോടുകൂടി ഈ പ്രശ്നത്തിൽ ഇടപെടൽ നടത്താൻ പുതിയ മുഖ്യമന്ത്രിക്ക് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ നിലയിൽ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, ഇവിടെ PMAY കുറിച്ചും ഒക്കെ വലിയ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. അതിന്റെ ബ്രാൻഡിങ്ങിനെ കുറിച്ച് സർ, കേന്ദ്ര സർക്കാരിന്റെ ഈ നിലയിലുള്ള ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട് സർ. സർ, കഴിഞ്ഞ ഗവൺമെന്റ് സമയത്താണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ നിലയിൽ നമ്മുടെ ആശുപത്രികളെ മുഴുവൻ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളായി മാറ്റിയത്. ആ പേരിൽ തന്നെ ഒരു ഉത്തരേന്ത്യൻ ടച്ച് ഉണ്ടല്ലോ സർ. നമ്മുടെ കേരളത്തിൽ ചേർന്ന ഒരു പേരാണോ ആശുപത്രികളെ ആരോഗ്യ മന്ത്രർ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള സമീപനം? ആരോഗ്യം പരമം ദാനം എന്ന് പറയുന്ന സംസ്കൃത ശ്ലോകം എല്ലാറ്റിലും എഴുതി വെക്കണം.
എത്നിക് ബ്രൗൺ കളർ അടിക്കണം, മ്യൂറൽ ഇലസ്ട്രേഷൻസ് വെക്കണം. സർ 886ഓളം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഫാമിലി ഹെൽത്ത് സെന്ററുകളും ഈ കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിങ്ങിന് വിധേയമായി കഴിഞ്ഞു. ആ വീടിന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വീടിന്റെ കാര്യത്തിലും കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് അങ്ങ് ഓർമ്മിപ്പിച്ചത് നന്നായി. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് 2023 11 മാസം 4 തീയതി, നവംബർ 4 തീയതി സർ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എല്ലാ നഗരസഭാ സെക്രട്ടറിമാർക്കും അയച്ച ഒരു കത്ത് കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സർ PMAY നഗര പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ ലോഗോ പതിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ മാർഗരേഖ നിഷ്കർഷിക്കുന്നുണ്ട്. മാർഗരേഖയിൽ അനുശാസിക്കുന്ന രീതിയിൽ സംസ്ഥാനത്ത് PMAY നഗരം പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളിൽ ലോഗോ പതിപ്പിക്കണമെന്ന് സൂചന 1 പ്രകാരം അറിയിച്ചിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ അനുബന്ധമായി ഉള്ളടക്കം ചെയ്തിട്ടുള്ള മാതൃകയിൽ ലോഗോ പ്രദർശിപ്പിക്കേണ്ടതാണെന്ന നിർദ്ദേശം സൂചന 2 പ്രകാരം സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആരായിരുന്നു സംസ്ഥാന സർക്കാർ? നിങ്ങളായിരുന്നു. ആരായിരുന്നു മുഖ്യമന്ത്രി? പിണറായി വിജയനായിരുന്നു. ആരായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? MP രാജേഷ് ആയിരുന്നു. നിങ്ങൾ നൽകിയ നിർദ്ദേശം തീർന്നിട്ടില്ല സർ. പദ്ധതി, ലോഗോ, ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് നഗരസഭ ഉറപ്പാക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് കൈക്കൊണ്ട നടപടികളെ സംബന്ധിച്ച് റിപ്പോർട്ട് 20/11/2023 മുമ്പായി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. സർ നിങ്ങളാണ് ഇതൊക്കെ നടത്തിയത്. എന്നിട്ട് ഇങ്ങനെ അയ്യോഭാവം നടിച്ചുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, നിങ്ങൾ അവിടെ ഇരിക്കുന്ന അദ്ദേഹം ഇല്ല, അവിടെ ഇരിക്കുന്ന ആളുകളെ ഒന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറാവ്. നിങ്ങൾ വരുത്തി വെച്ചതാണ് ഇത് മുഴുവൻ. നിങ്ങളാണ് ഈ പാപഭാരം മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ചിട്ടുള്ളത്. അത് തിരുത്താൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് അതേക്കുറിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. സർ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ KSRTCയുടെ കാര്യം നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അത് സൂചിപ്പിച്ചതാണ്. മലബാറിലേക്ക് KSRTC കൂടുതൽ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവണം, വ്യാപനം നടത്തണം. എന്റെ മണ്ഡലമായിട്ടുള്ള തൃത്താലയിൽ കൂറ്റനാട് അടക്കം KSRTCയുടെ സബ് ഡിപ്പോ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സ്ഥല സൗകര്യവും ഉണ്ട്. അത് ഏറ്റെടുക്കണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. സർ ചാലിശ്ശേരി ആശുപത്രിയിൽ ഒരു വലിയ വികസന പദ്ധതി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തുടർ നടപടികൾ ബജറ്റിൽ 2 കോടി രൂപ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ആ പദ്ധതി നല്ല വലിയ രീതിയിലുള്ള ഒരു വികസന പദ്ധതിയായി അങ്ങ് ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഒരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത്. സർ എന്റെയും ബഹുമാനപ്പെട്ട ശ്രീ ആബിദ് ഹുസൈൻ തങ്ങളുടെയും മണ്ഡലങ്ങളെ മാത്രമല്ല സർ, മലപ്പുറം പാലക്കാട് ജില്ലകളെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിന്റെ പ്രപ്പോസൽ കൂടി ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുറിഞ്ഞായിക്കടവ് കൈതക്കടവ് എന്ന പേരിൽ പരുതൂർ ഇരുമ്പിളിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലക്കാട് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആ പാലത്തിന്റെ കാര്യം കൂടി അടിയന്തരമായി അതിന് ഭരണാനുമതി നൽകാനും ഒരു പ്രയോറിറ്റി പദ്ധതിയായി ഏറ്റെടുക്കാനും ഗവൺമെന്റ് തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് പൈസ വേണമല്ലോ, ആ പൈസ അനുവദിക്കാൻ വേണ്ടിയുള്ള ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണയ്ക്കുകയാണ് സർ.